അവസാനം തീരുമാനമാകുന്നു. മോൻസ് ജോസഫ് കടുത്തുരുത്തിയിൽ മത്സരിക്കും. PJ ജോസഫ് വീണ്ടും തൊടുപുഴയിൽ മത്സരിക്കും. ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും സീനിയറായിട്ടുള്ള MLA ആണ്. ഒരു ടേം കൂടി ജയിച്ചാൽ വളരെ സീനിയറായിട്ടുള്ള MLA. 50 വർഷം കഴിയും. ഇപ്പോൾ 50 ആയിട്ടില്ലാന്ന് തോന്നുന്നു. 48 49 മറ്റേ ആയിട്ടുള്ളൂ. 50 കഴിഞ്ഞോ? അത് കറക്റ്റ് എനിക്കറിയത്തില്ല, ക്രോസ് ചെക്ക് ചെയ്യണം. 50 ആയിരുന്നേ പക്ഷേ അത് ആഘോഷമൊക്കെ നടന്നേനെ. എന്തായാലും അത് നടന്നിട്ടില്ല. വയസ്സിൻ്റെ ആഘോഷമാണ് നടന്നത്. വയസ്സിൻ്റെ ഒരു ഒത്തുചേരലും ഉണ്ടായിരുന്നു, പക്ഷേ ഇത് നടന്നിട്ടില്ല. എന്തായാലും മകൻ അബു ജോൺ ജോസഫ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൻ്റെ സ്റ്റേറ്റ് കോർഡിനേറ്ററാണ്. അദ്ദേഹം റോഷി അഗസ്റ്റിനെതിരെ ഇടുക്കിയിൽ മത്സരിക്കുകയാണ്. ഇത് വലിയ ഓളമുണ്ടാക്കാനാണ്. അച്ഛൻ തൊടുപുഴയിൽ, മകൻ ഇടുക്കിയിൽ. ഇടുക്കിയിൽ ഇപ്പോഴത്തെ MLA റോഷി അഗസ്റ്റിനാണ്. UDFിലുള്ള വലിയൊരു വിഭാഗം കർഷകരും മറ്റുള്ളവരും LDFിൽ നിൽക്കുന്ന ജോസ് കെ മാണിയും അതുപോലെ തന്നെ റോഷി അഗസ്റ്റിനുമൊക്കെ UDFിലേക്ക് വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇനി LDFിനോടൊപ്പം നിൽക്കുന്ന ഘടകകക്ഷി എന്നുള്ള നിലയിൽ ജോസ് കെ മാണിയും N ജയരാജനും പ്രമോദ് നാരായണനും MLA ആണ്. റോഷി അഗസ്റ്റൻ പർട്ടിക്കുലർലി UDFിലേക്ക് പോകണ്ട, LDFിൽ തന്നെ നിൽക്കണം എന്നാണ്. അങ്ങനെ റോഷി അഗസ്റ്റിനെ കൊണ്ട് തീരുമാനമെടുപ്പിക്കുന്നതിൽ CM വിജയിച്ചിട്ടുണ്ട്. CM ചീഫ് മിനിസ്റ്റർ എന്നുള്ള നിലയിൽ, മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ക്യാബിനറ്റിൻ്റെ ഹെഡാണ്. അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റിലെ ഒരു ജലവകുപ്പിൻ്റെ മന്ത്രിയാണ് റോഷി അഗസ്റ്റിൻ. അപ്പോൾ അദ്ദേഹത്തെ കെട്ടി, എങ്ങനെയാണ് കെട്ടിയെന്ന് എനിക്കറിയില്ല. എന്തായാലും അദ്ദേഹത്തെ കെട്ടി ടൈപ്പ് ചെയ്തു. അദ്ദേഹം പറഞ്ഞു, ജോസ് കെ മാണിയോട്ട് ആലോചിക്കാതെ പോലും പറഞ്ഞു LDF ആണ് നല്ലതെന്ന് പറഞ്ഞു. എന്തായാലും റോഷി അഗസ്റ്റിൻ മത്സരിക്കുന്ന ഇടുക്കിയിൽ PJ ജോസഫ് അവരുടെ മകൻ അബു ജോൺ ജോസഫ് കേരള കോൺഗ്രസ് ജിയുടെ ജോസഫ് ഗ്രൂപ്പിൻ്റെ സ്ഥാനാർത്ഥിയാവും. ഇതാണ് ലേറ്റസ്റ്റ് കിട്ടുന്ന വാർത്ത. അപ്പോൾ എന്തായാലും തൊടുപുഴയിൽ PJ ജോസഫ് തന്നെ വീണ്ടും മത്സരിക്കുകയാണ്. അതും ഒരു ചരിത്രമാവും. വീണ്ടും ജയിക്കുകയാണെങ്കിൽ തൊടുപുഴയിൽ ഒരു ചരിത്രമാവും. നേരത്തെ PT തോമസിനോട് കൂടെ ഒരു പ്രാവശ്യം തോറ്റിരുന്നു PJ ജോസഫ് അവർ. ബാക്കി എല്ലാ പ്രാവശ്യവും ജയിച്ചു. വാട്ടർ റിസോഴ്സ് മന്ത്രിയായിരുന്നു, റവന്യൂ മന്ത്രിയായിരുന്നു, ചെറിയ കാല ആഭ്യന്തരം നോക്കിയിരുന്നു, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്നു, പലതരത്തിലുള്ള വകുപ്പുകൾ. അവസാനം ജലവകുപ്പാണ് കൈകാര്യം ചെയ്തത്. അവസാനം ഇനിയും അധികാരത്തിൽ വന്നാൽ, UDF അധികാരത്തിൽ വന്നാൽ PJ ജോസഫ് അവർ MLA ആണെങ്കിൽ ആരോഗ്യമൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല, ആരോഗ്യകാരം കുറച്ച് ഏജ് ആയല്ലോ, സീനിയർ സിറ്റിസനാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, തീർച്ചയായിട്ടും മന്ത്രിയാകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിലാണ് ചെറിയ ഒരു സംഘർഷം ഉണ്ടാവുക. അബു ജോൺ ജോസഫാണോ, കടുത്തുരുത്തിയിലെ മോൻ ജോസഫാണോ? ഇപ്പം എല്ലാം ജോസഫാണ്. PJ ജോസഫ്, ഷോൺ, പിന്നെ അബു ജോൺ ജോസഫ്, മോൻ ജോസഫ്. എന്തായാലും ഒരു ജോസഫ് തന്നെയായിരിക്കും അടുത്ത UDFിലെ പ്രധാനപ്പെട്ട ഒരു വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി. എന്തായാലും അബു ജോൺ ജോസഫിന് ആ ഭാഗ്യം കിട്ടുമോ എന്ന് നമുക്ക് കാണാം. അല്ലെങ്കിൽ ഇനി കാഞ്ഞിരപ്പള്ളിയിലേക്ക് മത്സരിക്കാൻ പോകുമോ, പൂഞ്ഞാറിലേക്ക് പോകുമോ എന്നൊക്കെ ഉള്ള സംശയങ്ങളുണ്ട്. എന്തായാലും അത് സാധ്യതയില്ല. ഏറ്റവും കോൺഫിഡൻസോടു കൂടി പാലായിൽ തന്നെ ജോസ് കെ മാണി മത്സരിക്കുമ്പോൾ തൊട്ടടുത്ത തൊടുപുഴയിൽ അച്ഛനും പിതാവും, തൊട്ടടുത്ത ഇടുക്കിയിൽ മകനും മത്സരിച്ചുകൊണ്ട് ജോസഫ് ഗ്രൂപ്പിൻ്റെ കരുത്ത് ഒന്നുകൂടി കാണിക്കണമെന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു തർക്കമില്ല, മന്ത്രി ആരും എന്നുള്ള തർക്കമില്ല. 3 പേര് ജയിക്കുകയാണെങ്കിൽ PJ ജോസഫ് സാർ തന്നെ ആയിരിക്കും മന്ത്രി. പിന്നെ അത് കഴിഞ്ഞാരാണ് മന്ത്രി എന്നുള്ളത് അവരുടെ പാർട്ടി തീരുമാനിക്കട്ടെ, UDF തീരുമാനിക്കട്ടെ. എന്തായാലും തൽക്കാലം യാതൊരു പൊളിറ്റിക്കൽ പ്രതിസന്ധിയുമില്ല. പക്ഷേ UDFിലേക്ക്, LDFിലേക്ക് PJ ജോസഫിനെ ജോസ് കെ മാണി ക്ഷണിച്ചു. അത് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയൊരു തമാശയാണ്. അത് ഏത് പമ്പര വെട്ടിക്കും അങ്ങനെ ക്ഷണിക്കാം, പക്ഷേ പോണോ വേണ്ടെന്നൊക്കെ ഞങ്ങൾ തീരുമാനിക്കും എന്നുള്ള നിലയിൽ ജോസഫ് സാറിൻ്റെ ഭാഗത്തു നിന്നുള്ളവർ പ്രതികരിച്ചിട്ടുണ്ട്. എന്തായാലും തൊടുപുഴയിൽ PJ ജോസഫ്,
കടുത്തുരുത്തിയിൽ മോൻസ് ജോസഫ്, ഇടുക്കിയിൽ റോഷിയെ വെട്ടാൻ മകൻ അബു ജോൺ ജോസഫ്.